ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവിടെ ഇപ്പം ഫ്രൈഡേ ആയി, വീക്കെൻഡൊക്കെ ആയി, വർക്കൊക്കെ കഴിഞ്ഞു, വൈൻഡപ്പ് ചെയ്ത് വരുന്ന നാളെ സാറ്റർഡേ അല്ലേ. അപ്പം എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ആക്കാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഐ മേക്ക് എ വീഡിയോ. നാളെ അപ്പം ഒരു ക്രാബ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ഞാനിവിടുന്ന് ക്രാബ് വാങ്ങിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എൻ്റെ ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചായിരുന്നു. പക്ഷെ അത് ഇവിടുത്തെ ക്രാബായണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ഒരു ഫ്ലേവറും ഇവരുടെ ആ ഗാർലിക് ബട്ടർ സോസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് വലിയ അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. ഇപ്പോൾ ഒരു ചൈനീസ് മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം ക്രാബായാലും പിന്നെ വേറെ ഈ തിലാപ്പിയ പോലത്തെ മീനും അതൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് തന്നെ ഇവിടെ കിട്ടും. അത് പിന്നെ ഇവിടെ കിട്ടുന്ന ക്രാബാണെങ്കിലും അങ്ങനെ എല്ലാം നമ്മളുടെ എനിക്കൊന്നും നമ്മളെ ഇന്ത്യൻ കറിക്ക് കൊള്ളില്ല. ഇവിടെയൊക്കെ മറ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ 2-3 റീല് കണ്ടത്. അപ്പോൾ അതിൽ അവർ ആക്ച്വലി ഇവിടെ കിട്ടുന്ന ഒരു ക്രാബിനെ സജസ്റ്റ് ചെയ്തായിരുന്നു. അതൊക്കെ ഈ ഇന്ത്യൻ കറിക്കും നമ്മളെ കേരള സ്റ്റൈലിലൊക്കെ കറി വെക്കുമ്പം ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെയായിട്ട് ഞാൻ കുറച്ച് ChatGPT-യിലൊക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് സജസ്റ്റ് ചെയ്തത് 2 ടൈപ്പ് ക്രാബാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ക്രാബും ഒന്ന് ഡഞ്ചനീസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടൈപ്പ് ഓഫ് ക്രാബ്. അപ്പോൾ അത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് കുറച്ച് വാങ്ങിച്ച് നാളെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയാലോ എന്നാണ് വിചാരിക്കുന്നത്. തേർഡ് വന്ന ടൈപ്പ് തന്നെ ഇവരുടെ അടുത്ത് ഉണ്ടായി. ബ്ലൂ ക്രാബാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ 2-3 പീസൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ അത് ഇവർ ക്ലീൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇനി വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കുക. അപ്പം നാളെ എടുത്തിട്ട് കറി വെക്കണം. അത് ക്രാബ് കറിക്ക് വേണ്ട സാധനമൊക്കെ റെഡിയാക്കി എല്ലാം പ്രിപ്പയർഡാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി, തക്കാളി, ചില്ലി, ഗാർലിക്, ജിഞ്ചർ, പിന്നെ ഇത് കൊത്തമല്ലി, കരിവേപ്പില, പിന്നെ ഇതാണ് നമ്മളുടെ ക്രാബ്. അതൊക്കെ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ പിന്നെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അധികം വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ക്രാബിൻ്റെ മുട്ട. അതിനാണെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ എനിക്കത് കിട്ടുന്ന ആക്ച്വലി ജാക്ക് പോട്ട് കിട്ടുന്ന പോലെയാണ്. ആൻഡ് അതാണെങ്കിൽ ആകെ ഇപ്രാവശ്യം ഒരു ചെറിയ എനിക്കൊന്ന് 1/2 സ്പൂണ് അത്രക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. ആദ്യം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തു. പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. അടുത്തത് ഉള്ളി ഇട്ടു, പച്ചമുളക്, ആൻഡ് പിന്നെ ജിഞ്ചറും കറിക്കും. ഇനി കുറച്ച് നേരത്തേക്കൊന്ന് അത്യാവശ്യം നല്ലോണം സോട്ടേ ചെയ്യണം. ഇത് പെട്ടെന്ന് കുക്കാവാൻ കുറച്ച് ഉപ്പ്. ഉള്ളി അങ്ങനെ കുറച്ച് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കരിവേപ്പില, ഇനി കുറച്ച് നേരം പോയി നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കണം. ഉള്ളി അത്യാവശ്യത്തിന് നല്ല വെന്തിട്ടുണ്ട്. ഇനിയിപ്പം ടൊമാറ്റോ. ഇതും കൂടി ഒന്ന് നല്ലോണം കുക്ക് ചെയ്ത് വെക്കാം. അടുത്ത നമ്മുടെ പൊടികളാണ്. ടൊമാറ്റോ എനിക്കൊരു 50% വെന്തിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് പൊടികൾ ഇട്ടിട്ടാകുമ്പം അത് കുറച്ച് നേരം കുക്ക് ചെയ്താൽ നല്ലോണം ഇത് ബ്ലെൻഡ് ആകും. ഇതിലൂടെ മല്ലിപ്പൊടി അത് ഓൾമോസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ചില്ലി പൗഡർ. ഓൾറെഡി ഇതിൽ പച്ചമുളക് ചേർത്തോണ്ട് ഞാൻ ഒരു 1/2 സ്പൂൺ അങ്ങോട്ട് ഇടുന്നുള്ളൂ. നമ്മൾ ഇവിടുത്തെ പച്ചമുളകിന് വലിയ എരിവുണ്ടാവില്ല. അപ്പോൾ പിന്നെ എനിക്കൊന്ന് കുറച്ച് മിനിറ്റും കൂടി എരിവില്ലെങ്കിലും മുളക് പൊടി കുറച്ചുകൂടി ചേർക്കണം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് 1/2 സ്പൂണേ ഇടുന്നുള്ളൂ. ആൻഡ് ഞങ്ങൾക്ക് പിന്നെ എരിവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ലാത്ത ടീമായിട്ട് പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഓൾറെഡി ഇട്ടു.
കൂടി എക്സ്ട്രാ ഉപ്പിടാം. അതും എക്സ്ട്രാ ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കറീൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് വെച്ചാൽ നമ്മൾ ഗരം മസാല അങ്ങനെ ലൈക്ക് എക്സ്ട്രാ പൊടികളൊന്നും അധികം ഇതല്ലാണ്ട് ചേർക്കില്ല. അപ്പൊ ഇതിന്റെ കുറച്ചും കൂടി നല്ല ഫ്ലേവർ കിട്ടണമെങ്കിൽ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ആ മല്ലിപ്പൊടി ഇട്ടുകൊണ്ട് നല്ല നല്ല മണം ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിക്കൊണ്ട് വരുന്നുണ്ട്. മസാല അത്യാവശ്യം ഇപ്പൊ കുക്കായി വന്നിട്ടുണ്ട്. അടുത്തതാണ് നമ്മളുടെ ക്രാബ് ആഡ് ചെയ്യണം. ഇനി നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ലൈക്ക് വെള്ളം ചേർക്കുന്നില്ല ഞാൻ. ഇതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് മസാലയും ക്രാബൊക്കെ ആയി നല്ലോണം മിക്സായിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിക്കാൻ. ഓക്കെ, ക്രാബും മസാലയും അത്യാവശ്യം നല്ലോണം മിക്സാക്കി ലൈക്ക് നല്ലോണം ബ്ലെൻഡായിട്ടിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇനിയിപ്പം കുറച്ചൊന്ന് വെള്ളവും ഒഴിക്കണം. അധികം വെള്ളം വേണ്ട, അധികം ഇത് തിളപ്പിക്കുകയും വേണ്ട. കാരണം ക്രാബ് മീറ്റ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കാവുന്ന മീറ്റാണല്ലോ. അപ്പം കുറച്ച് വെള്ളേ ഒഴിക്കുന്നുള്ളൂ. ഇത് ക്ലീൻ ചെയ്തെടുത്ത പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തിട്ടുള്ളത്. എന്നാൽ പിന്നെ അതിൻ്റെ വല്ല ജ്യൂസും ഉണ്ടെങ്കിൽ അതും ചേരുമല്ലോ ഇതിൽ. പിന്നെ ക്രാബും മുട്ട ഇപ്പൊ ഞാൻ ചേർക്കുന്നില്ല. കാരണം ഇപ്പൊ ചേർത്താൽ അത് എവിടെയാന്ന് തന്നെ ലൈക്ക് കുക്കായ ശേഷം അത് എവിടെയാ ഉള്ളതെന്ന് ഞാൻ കാണൂല. അപ്പം ഏറ്റവും ലാസ്റ്റ് ക്രാബ് ഇത് കറി ഫുള്ള് ആയിട്ട് ഒരു ഓഫ് ചെയ്യുന്നതിന്റെ ഒരു 2 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 1 മിനിറ്റ് മുമ്പായിട്ടേ ഞാനത് ഇതിലേക്ക് ഇടുന്നുള്ളൂ. അത് ഇട്ടിട്ട് ഇളക്കരുത്. കാരണം ഇളക്കിയ ശേഷം പിന്നെ അത് കാണുന്നില്ല. കുറച്ച് ഇനിയൊന്ന് തീ കൂട്ടി വെച്ചിട്ട് വെള്ളം ആഡ് ചെയ്തല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇത് കുറച്ചു നേരത്തേക്കൊന്ന് തിളക്കട്ടെ. എന്നിട്ട് തിളച്ച ശേഷം നമുക്ക് ഉപ്പ് എരിവ് പിന്നെ മല്ലിപ്പൊടി വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആ സമയത്ത് അത് ബാക്കി ആഡ് ചെയ്യാം. മൂടി വെച്ചിട്ട് ഒരു 5 കുറച്ച് നേരത്തേക്ക് ഒന്നത് ജസ്റ്റ് തിളച്ചോട്ടെ. ഇത് കുറച്ചു നേരം തിളച്ചു. ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലുണ്ട്. പക്ഷെ എന്നാലും ഒരു സീ ഫുഡിന്റെ ചെറിയൊരു ഈ പറഞ്ഞ പോലെ ഒരു മണം ഉണ്ടാവില്ലേ, അതുകൊണ്ട്. പക്ഷെ അതിന് വെറും സ്മെല്ലാണോ അതോ ഫ്ലേവറോ അങ്ങനെയാണോ എന്ന് നോക്കാം. സോ ഇതിപ്പോ എന്തായാലും സംഭവം വെന്തു. ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഇത് കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് അധികം തോന്നും. പക്ഷെ ഇത്രയും എടുക്കുള്ളൂ. ആക്ച്വലി എൻ്റെ അമ്മയോ അളയമ്മയോ അങ്ങോട്ട് പറഞ്ഞു തന്ന ടിപ്പാണ്. നമ്മൾ സാധാരണ ഈ നോൺ വെജ് ഫുഡ് ഉണ്ടാക്കുമ്പോഴേ അത് കുറച്ചൊന്ന് കൊളായിന്ന് കാണുമ്പം അപ്പം ആഡ് ചെയ്യേണ്ട സംഭവമാണ് കുറച്ച് കൊറിയാൻഡർ ലീഫും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ട് അത്യാവശ്യം കുറച്ച് നേരം എനിക്കൊന്ന് നല്ലോണം വയറ്റുവോ അതോ കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലേവർ ഒന്നും നല്ല ടേസ്റ്റ് ആയിട്ട് അത് മാർക്കിട്ടോ. പക്ഷെ ഇത് കൊളായിച്ചില്ല. പക്ഷെ ഇത് കുറച്ച് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനാണ് ഇപ്പം ഞാനിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇത് എനിക്കൊന്ന് കുറച്ചും കൂടി ഉള്ളി ഞാൻ എടുക്കണമായിരുന്നു. ഇന്നലെ അമ്മേനെ വിളിച്ച് റെസിപ്പി വെച്ചപ്പോൾ അമ്മ ആക്ച്വലി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉള്ളി കുറച്ച് കുറവ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഉള്ളിൻ്റെ മധുരപ്പ് കുറച്ച് കൂടുന്നു. പക്ഷെ എനിക്കൊന്ന് ഞാൻ എടുത്തത് കുറച്ചും കൂടി ഉള്ളി കുറച്ച് കൂടണം എന്ന് തോന്നി. കാരണം ഉള്ളി കറക്റ്റ് അളവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കുഴമ്പ് രൂപത്തിൽ തന്നെ ഏകദേശം ആ ഒരു നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടുമായിരുന്നു. പക്ഷെ അല്ല നോക്കാം, എന്തായാലും കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ കഴിക്കുമ്പോൾ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ ഇതെന്തായാലും വെന്ത സ്ഥിതിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കറക്റ്റാ. എരിവ് എനിക്ക് വേണ്ട പോലെ കുറച്ചൊന്ന് തള്ളിക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും കറക്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു മണം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊരു ഒരു ഫിഷിൻ്റെ ഒക്കെ ഒരു മണം വരില്ല. എനിക്ക് ഒരു സുഖമില്ലാത്തൊരു മണം വരില്ല. അത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച്
എന്തെങ്കിലും ഇതായിരുന്നു. പക്ഷെ അല്ല, കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഉള്ളി കുറച്ചും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും കൂടി വന്നേനെ. അതിൻ്റെ കുറച്ചൊരു കുറവേ ഉള്ളൂ. ബട്ട് ഓവറോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പക്ഷെ അടുത്ത എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീറ്റ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, പക്ഷെ എനിക്കൊന്ന് മീറ്റും നല്ല തന്നെ ആയിരിക്കണം. കാരണം മീറ്റിന് ഫ്ലേവർ ഉണ്ടെങ്കിൽ അതെന്തായാലും കറിക്കും പിടിക്കും. അപ്പം അതില്ലാത്തതുകൊണ്ട് ഹോപ്പ്ഫുള്ളി നല്ലതായിരിക്കും തോന്നുന്നു. അപ്പം ഇത് ഇനി എന്തായാലും മല്ലിച്ചപ്പ് ആഡ് ചെയ്തു. ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞാകുമ്പോൾ അടുത്തത് ഇനി കഴിക്കാം. ഓഫാക്കി വെക്കാറാകുമ്പോൾ ഞാനൊന്ന് ഓർത്തത് ആക്ച്വലി ക്രാബിന്റെ മുട്ട ചേർത്തിട്ടാണ്. അപ്പോൾ ദാ ഈ ഒരു ഭാഗമായിട്ട് കുറച്ചതങ്ങ് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അത് ഓഫാക്കി മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കുക്കായിക്കോളും. അതിന് കുറേ നേരം വേണ്ടല്ലോ. കറി വെച്ച ശേഷമാണ് ഓർത്തത് ചോറ് വെച്ചിട്ടില്ലാന്ന്. അപ്പോൾ ചോറൊക്കെ വേദന വെച്ചു. 2 മിനിറ്റ് കൊണ്ടൊക്കെ ചോറൊക്കെ ആയി, എല്ലാം റെഡിയായി. ഇനിയിപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട സമയം ആയിട്ടില്ല. പക്ഷെ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അന്നത്തെ ദിവസം വിശപ്പ് കുറച്ച് നേരത്തെ വരുമല്ലോ. അപ്പം ആ സിറ്റുവേഷനാണ് എനിക്കിന്നിപ്പം. അപ്പം എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാം. ക്രാബിന്റെ മുട്ടയും അത് കുക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇട്ടല്ലോ, അത് കറക്റ്റായിട്ട് നോക്കി വെച്ച് എടുത്തിട്ടുണ്ട്. ആകതാ ഈ ഒരു ചെറിയ പീസ് അത് കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. കറി ആക്ച്വലി പറഞ്ഞ പോലെ നല്ലോണം വന്നിട്ടുണ്ട്. ഇനി മീറ്റാണ് എനിക്ക് അറിയേണ്ടത്. മീറ്റ് എന്തായാലും വിചാരിച്ച പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. ഈവൻ മീറ്റിനാണെങ്കിലും ഈ നാട്ടിൽ കിട്ടുന്ന ഞണ്ടിനെ മീറ്റിനൊക്കെ ഒരു ചെറിയൊരു മതിർപ്പുണ്ടാവും. അതിൽ തന്നെയുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ എന്തായാലും കറിയും നന്നായിട്ടുണ്ട്. ഈവൻ വാങ്ങിച്ച ക്രാബും നന്നായിട്ടുണ്ട്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എന്താ, ഈ കാണുന്ന കാലില്ലേ, ഇത് എങ്ങനെ കടിച്ചു പൊട്ടിക്കുന്നതാണ്. ഞണ്ട് ആക്ച്വലി കഴിക്കുമ്പം ഒരു കൈനെ കൊണ്ട് എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റൂല. ഞാൻ ജനറലി ആദ്യമൊക്കെ ഒരു കൈനെ കൊണ്ട് കഴിച്ച് തുടങ്ങും. പിന്നെ തീരാറാകുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 കൈയൊക്കെ ഞാൻ ഉപയോഗിക്കും. കാരണം ഈ കാലൊക്കെ പൊട്ടിക്കലും ഇതിന്റെ ഈ ഒരു ബോഡി പാർട്ടാണെങ്കിലും ഇതിലത്തെ ഒരു ചെറിയ മീറ്റും കൂടി ഞാൻ വിട്ടു വെക്കില്ല. ഫുള്ളും കഴിച്ച് തുടച്ച് വടിച്ചൊക്കെയാണ് വെക്കാറ്. അപ്പം ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. കറക്റ്റായിട്ട് വന്നു കേട്ടോ. ഇത് ഇങ്ങനെ കിട്ടുന്നതും ഒരു വലിയ പണി തന്നെയാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കടിച്ച് മുറിച്ചൊക്കെ ആകുമ്പോഴേക്കും എല്ലാം അതിൻ്റെ തോടും മീറ്റ് എല്ലാം കൂടി അങ്ങനെ മിക്സ് ആകും. ഞാൻ വിചാരിച്ചു ഇത് ഈ ഒരു ഫ്ലേവർ ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കഴിക്കുവാന്ന്. പക്ഷെ ആ പ്രശ്നം എന്തായാലും ഇല്ല. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ, മീറ്റും നല്ല ടേസ്റ്റ് ഉണ്ട്, കറിയും വെച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി ഇടക്കിടക്ക് വാങ്ങിയത് ഏകദേശം 1 മണിക്കൂർ തന്നെ എടുത്തോട്ടെ ഞാൻ കഴിച്ചത്. ഇതാണ് പ്ലേറ്റ്. എൻ്റെ ഏത് ഫേവറേറ്റ് ഡിഷാണെങ്കിലും ലാസ്റ്റ് കഴിച്ച് കയറുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. നല്ല വൃത്തിയാക്കിയിട്ട് ഒരു ഭാഗത്ത് അതിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനെ വൃത്തിയായിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല എരിവുണ്ടായി. അത് പറഞ്ഞില്ല, ഈ മൂക്കുന്നും കണ്ണുന്നും ഒക്കെ വെള്ളം വരുന്നു. നല്ല എരിവും നല്ല ചൂടും ഒക്കെയാണ്. നല്ല വിസ്തരിച്ച് തന്നെ ഇരുന്ന് കഴിച്ചു. ഇനിയിപ്പം അടുത്തത് ഇതൊക്കെ എടുത്തു വെക്കലും പിന്നെ ഇതിൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ തുടങ്ങണം. അപ്പോൾ അതിനി വലിയ ലോങ് പ്രോസസ്. ഇനിയിപ്പം നല്ല ടയേർഡായിട്ടും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആര് വൃത്തിയാക്കും? ഇതൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കണം. എന്തായാലും ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു. സോ ഐ വിൽ സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.